ഈ ദേവസ്വം ബോർഡ് പ്രതിയാണ് ഈ കേസിൽ. ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഇപ്പോൾ ജയിലിലാണ്, ഒരു പ്രസിഡന്റ് ഒരു അംഗവും ജയിലിലാണ്. എന്നിരിക്കെ അതെന്താണെന്ന് ഇപ്പോഴും അറിയാത്ത CPM-ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രനെ വിളിപ്പിച്ചത് മൊഴിയെടുപ്പാണെന്ന് അറിയാം, അത് വിട്ടയച്ചു എന്നറിയാം, അത് സ്വാഭാവിക നടപടിയാണെന്ന് അറിയാം. എനിക്കത് മനസ്സിലായില്ല, അവിടെ ചോദിച്ചതേ ഉള്ളൂ. ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. ഈ കൊള്ളയുടെ സൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പൊളിറ്റിക്കലായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമുണ്ടെങ്കിൽ, ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേര് ചോദിച്ചാൽ അത് CPM ആണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ചോദിച്ചാൽ ഒന്നാമത്തെ പാർട്ടി CPM ആണ്. എന്തോ എങ്ങനെ ബന്ധമുള്ളതിൽ ഒന്നാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ്, രണ്ടാമത്തത് BJP ആണ്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയും ബന്ധമുള്ളപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പെശ കാണിച്ചാൽ അതിന് ഉത്തരവാദിത്വം CPM ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് രണ്ടാമത്തെ കക്ഷി. ഇവൻ പൊട്ടനാണ് മുതലാളി. കടകംപള്ളിയെ മൊഴിയെടുക്കാനാ വിളിച്ചെന്നുള്ളത് കേരളത്തിൽ ആർക്കും അറിയാൻ വയ്യാത്തെ? നിങ്ങൾക്ക് 1-2 പേർക്ക് ഒഴിച്ച് കടകംപള്ളിയെ മൊഴിയെടുക്കാനാ വിളിച്ചിരിക്കുന്നത്. ഊഹമാണ്. കടകംപള്ളിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതായത് കടകംപള്ളി സുരേന്ദ്രന് ഇതിലൊരു ബന്ധവുമില്ല, എവിടെയും മൊഴിയുമില്ല. അതുകൊണ്ട് ഇത് കേവലം മൊഴിയെടുപ്പാണ് എന്ന് നിഗമനത്തിലെത്തുന്ന CPM-ന്റെ നയിക്കുന്ന സർക്കാരിന്റെ അന്വേഷണ സംഘം വെച്ചത് നിങ്ങളല്ല, കോടതിയാണ്. എങ്കിൽ പോലും ആ പോലീസ് ഇത്രയും ആഴ്ചകളായി പിടിച്ചിട്ട് അകത്തിട്ട നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗത്തിന് മുൻ MLA-യുടെ കേസിൽ പക്ഷേ ഒരു തീർപ്പെടുക്കാൻ പറ്റിയിട്ടുമില്ല. അതിന് നിങ്ങൾക്ക് പക്ഷേ റിപ്പോർട്ട് കാണണം. പക്ഷേ ഇത് മൊഴിയെടുപ്പാണെന്ന് ഒരു ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ചെയ്തു. അതല്ല ഉദ്ദേശം. പക്ഷെ അപ്പോഴൊരു പ്രശ്നമുണ്ടെന്നേ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കടകംപള്ളിയുമായി ബന്ധമുണ്ടെങ്കിൽ അതുവഴി ശബരിമല എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുമായി ബന്ധമുണ്ടെങ്കിൽ ശബരിമല ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് വ്യത്യാസം. ഒരൊറ്റ കാര്യം കൂടി താങ്കളോട് ചോദിച്ചാൽ ശ്രീ ജയേന്ദ്ര മാഷിലേക്ക് പോവാണ്. ഇപ്പൊ താങ്കൾ ചോദിച്ചാൽ പോറ്റി ഒരു തുടർച്ചയായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. UDF-ന്റെ കാലത്തിരുന്നു, പിന്നെ LDF-ൽ തുടർന്നു. ഈ തുടർച്ച എന്ന് പറയുമ്പോൾ ഒരു തുടക്കം വേണം. എന്താണ് ഈ തുടക്കം? അദ്ദേഹം UDF ഭരണസമിതി കാലത്ത് ശബരിമല കട്ട ഒരു പിഞ്ഞാണത്തിന്റെ കണക്കെങ്കിലും അങ്ങനെ പക്കലുണ്ടോ?